السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المخلوقين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധവും പവിത്രവുമായ മാസങ്ങളിലൂടെയും ദിവസങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത്. 12 മാസത്തിൽ പവിത്രമുള്ള 4 മാസങ്ങളുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിവരിച്ചിട്ടുണ്ട്. ആ പവിത്രമായ മാസങ്ങൾ പലതും നമ്മെ വിട്ടുപിരിഞ്ഞു. അതിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഏറ്റവും പവിത്രമായ ദിനങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞത് ആ രാവുകളെ സംബന്ധിച്ചാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 ദിവസങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞത് അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ തുടക്കത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് നാടുകളിലൊക്കെ നാളെ ഒന്നാവാനാണ് സാധ്യത. നാട്ടിൽ ചിലപ്പോൾ ആയെന്നും വരാം, ആയില്ലാന്നും വരാം. ഏതായാലും ഈ പവിത്രമായ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പവിത്രമായ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ ആഖിറത്തിലേക്ക് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനെ ഉപയോഗപ്പെടുത്തണം. വലിയ പുണ്യമുള്ള മാസമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ടൊന്നും പുണ്യം നേടാൻ കഴിയില്ല. നമ്മൾ അമലുകൾ വർദ്ധിപ്പിക്കണം. ദുൽഹജ്ജ് ആദ്യത്തെ 9 ദിവസം തുടർച്ചയായി നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫിലെ കാലാവസ്ഥ പരിഗണിച്ച് ഗൾഫിലുള്ളവർക്കൊക്കെ നോമ്പെടുക്കുക, അത്രയും ദിവസങ്ങൾ നോമ്പെടുക്കുക എന്നാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നാട്ടിൽ നല്ല മഴയും നല്ല കാലാവസ്ഥയും ഒക്കെയാണ്. നോമ്പെടുക്കുന്നവർക്ക് എടുക്കാൻ സാധിക്കും മനസ്സ് വെച്ചാൽ. ഇനി അതെല്ലാം അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, നോമ്പെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും മറ്റെന്തെല്ലാം അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് അമലുകൾ, കുറേ ദിക്ർ, കുറേ സലാത്ത്, കുറച്ച് കൂടുതൽ ഖുർആൻ ഓതുക, ഇങ്ങനെ പല അമലുകളും നമുക്ക് ചെയ്യാൻ കഴിയും പ്രയാസമില്ലാതെ തന്നെ. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായി ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ഉദഹിയത്ത് എന്ന കർമ്മം ഉദ്ദേശിച്ച ആളുകളുണ്ടാകും. ഉദഹിയത്ത് കർമ്മം ഉദ്ദേശിച്ച ആളുകളാണെങ്കിൽ അവർ ദുൽഹജ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ ഉദഹിയത്ത് അറക്കുന്നത് വരെ അവരുടെ ശരീരത്തിലെ രോമങ്ങളോ നഖമോ എടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലൂടെ കാണാം. ദുൽഹജ്ജ് മാസം പറക്കുകയും നിങ്ങൾ ആരെങ്കിലും ഉദഹിയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ യമസ്സു, അവൻ തുടരുത്, മിൻ ശഅരിഹി വഅദ്ഫാരിഹി ഷൈആ, അവൻ്റെ മുടിയിൽ നിന്നോ
നഖത്തിൽ നിന്നോ ഒന്നും തുടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായിട്ട് കാണാം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പലരും അങ്ങനെ ഉദ്ദേശിച്ചവരുണ്ടാകും, ഷെയർ കൂടിയിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ അവർ ഉദഹിയത്ത് അറക്കുന്നത് വരെ അത് വെയിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം മുടിയും നഖമൊക്കെ എടുക്കുക. എന്നാണോ ഉദഹിയത്ത് അറക്കുന്നത് അതിന് ശേഷമായിട്ട് മുടിയും നഖമൊക്കെ എടുക്കാം. അതുവരെ അത് സ്റ്റോപ്പാക്കണമെന്ന് അത് ഉദ്ദേശിച്ച ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ദുൽഹജ്ജ് 1 ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യാസീനും തബാറയ്ക്കും ഇദാവഖഅത്തും കാര്യങ്ങളൊക്കെ ഓതലുണ്ട്, സജദയൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ വൽഫജ്രി എന്ന സൂറത്ത് കൂടി ഓതൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ സൂറത്താണ്, വലിയ സമയം നടക്കൂല. അതും കൂടി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു തആല കബൂലാക്കട്ടെ. റബ്ബിനോട് ദുആ ചെയ്യുക. ദുനിയാവിലെ കാര്യം ചോദിക്കണം, അതോടൊപ്പം അതിലേറെ ആഖിറത്തിലെ കാര്യവും റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളും സമയങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. നമ്മുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പല ഭാഗത്തും പീഡിപ്പിക്കപ്പെടുകയാണ്, കൊന്നൊടുക്കുകയാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിന് വേണ്ടിയും അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താനും മറ്റുമായി നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തണം. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വെട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. എത്രയോ പാപങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ. എല്ലാം നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ശിഷ്ടകാലം പാപരഹിതമായ ഒരു ജീവിതത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് നിന്ന് ബന്ധപ്പെട്ട പലരും, അതുപോലെ പല മോമിനീങ്ങളും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. റബ്ബേ, അവർക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഒരാഫത്തിലും അവരെ നീ പെടുത്തല്ലേ അല്ലാഹ്. അവർ ചെയ്യുന്ന അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരവിടെ വെച്ച് അവർ ചെയ്യുന്ന ദുആകളിലൊക്കെ ഞങ്ങളെയും പങ്കുകൊള്ളിക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, അത് ആഗ്രഹിച്ച് പരിശുദ്ധ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ആഗ്രഹിച്ച് കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. റബ്ബേ, അവർക്ക് സമീപ ഭാവിയിൽ തന്നെ അതിനുള്ള അവസരം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരും കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഫലസ്തീൻ ജനതയുടെ അവസ്ഥ റബ്ബേ കൊന്നൊടുക്കുകയാണ്. റബ്ബേ, അവർക്ക് ശുഹദാക്കളായി നീ പരിഗണിക്കണേ അല്ലാഹ്. അവർക്കെതിരെ ചെയ്യുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ജോലി ആവശ്യാർത്ഥം ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ, അവർക്ക് അനുയോജ്യമായ ജോലി നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.